എല്ലാം ചേർക്കൊരു ഗെയിം നമ്മൾ എന്തൊക്കെയാണ് അടുത്തൊരു ഗെയിമായിട്ട്. സോ ഈ ഒരു ഗെയിമിന്റെ മ്യൂസിക് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗെയിമിന്റെ പേര് ലെവൽ ഡെവിൽ എന്നാണ്. അടങ്ങി നിന്നോണം നീ കേട്ടല്ലോ. ഞാൻ ഞെക്കുമ്പോ നീ ചാടിയാ മതി. ഞാൻ ഞെക്കുമ്പോ നീ ചാടരുത്. ഞാൻ ഞെക്കും കണ്ടോ, ഞാൻ ഇങ്ങോട്ട് ഞെക്കും. ഞാൻ അടുത്ത് ഞെക്കും. എന്റെ പൊന്നു വേണം നീ കുഴി ചാവല്ലേടാ. ഗെയിമിനെ ഗെയിമായിട്ട് കണ്ടാ പോരെ, അതിനെ എന്തിനാണ് ഒരു ജീവിതമായിട്ട് കാണുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ഇതെങ്ങോട്ടാന്ന്. ഇതൊരു ട്രോൾ ഗെയിമാണ്. അതായത് ഇതിന്റെ ഡെവലപ്പർ ഒരു ക്രിക്കറ്റ് അവന്റെ പ്ലാൻ കണ്ടുപിടിച്ചതിന് മാത്രമേ നമുക്ക് ഈ ഗെയിം മര്യാദയ്ക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിന്റെ ഒരു ലെവൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ലെവൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓ ഷിറ്റ്, ഓ മൈ ഗാഡ്, ആ ബോൾ മുട്ടിയാൽ നമ്മൾ ചാവും കഴിച്ചു. നമുക്ക് പോകേണ്ടത് ഈ സ്ഥലത്തേക്കാണ്. ഈ ഓട്ടിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു. ഈസി. നിങ്ങളിപ്പോൾ വിചാരിക്കും ഇത് ഇത്രയ്ക്ക് ഈസി ആണെന്നോ? അല്ല ഗൈസ്, ഇനി വരാൻ പോകുന്നുള്ളൂ. എൻ്റെ കഴിഞ്ഞ ഗെയിം പ്ലേ കണ്ടതിന് നിങ്ങൾക്ക് മനസ്സിലാവും. ദിസ് ഈസ് ദ ഹാർഡസ്റ്റ് ഗെയിം ഐ എവർ പ്ലേഡ്. ഇതിന് കുറച്ച് ബുദ്ധിയോടെ കളിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ 90% ആളുകൾക്കും ഇല്ല എന്നെ പോലെ. ഓക്കെ ഷിറ്റ്, കണ്ടില്ല. ഓക്കെ എന്തിനാടാ നീ അതങ്ങനെ ചെയ്യണേ? GT ഫോക്കസ് ഓൺ ഗെയിം, അത്രേ ഉള്ളൂ. മറ്റേ മീം ഉണ്ടല്ലോ രാവിലെ മീമും പറഞ്ഞിരുന്നു ഞാൻ ചത്ത്. This is easy. Focus on career, not on എന്തൊരു സാധനം പറഞ്ഞില്ലേ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസിയാണ് കേട്ടാ. നിങ്ങൾക്ക് തോന്നും ഞാൻ ഭയങ്കര ടഫായിട്ട് അഭിനയിക്കാന്ന്. അല്ല, അതായത് എനിക്ക് ടഫ് ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ശരിക്കും ചാവണത് ഒരു ആക്ടിങ്ങിന്റെ ഭാഗമാണ്. അതായത് കണ്ടില്ലേ, ഇത് എനിക്ക് അറിയാം, എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ ഞാൻ ആക്ടിങ് ആണ്. കാരണം ആക്ട് ചെയ്താലല്ലേ നമുക്ക് കണ്ടന്റ് യെസ്, കണ്ടന്റിന് വേണ്ടി എനിക്കാണ് ചെയ്യേണ്ടത്. സൂക്ഷിച്ചു കരുത്, സിമ്പിൾ ആണ്. നിനക്ക് ഭ്രാന്താടാ പന്നി, ഒരു സ്ഥലത്തില്ലടാ. സമ്മതിക്കില്ലെന്ന് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ല. ഇത് ക്ലോറോഫോം തന്നെ പോര്. ഇന്നിനി വയ്യ, നാളെ ആവട്ടെ. പോയാ മതിയായിരുന്നു. നാളെ ചാടാം.